IPL മത്സരങ്ങളേക്കാൾ ഗൗരവകരവും നിർണായകവുമാണ് IPL താരലേലം. കയ്യിലുള്ള പണം കൃത്യമായി വിനിയോഗിച്ച മികച്ച താരങ്ങളെ സ്വന്തമാക്കുക എന്നത് ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച ചില്ലറ കാര്യമല്ല. ഈ വസ്തുത നിലനിൽക്കെയാണ് ഇപ്പോൾ നടക്കുന്ന താരലേലം ചർച്ചകളിൽ നിറയുന്നത്. IPL മിനി ലേലത്തിൽ ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചില നീക്കങ്ങൾ കണ്ട് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ഒരുപോലെ സ്തബ്ധരായിരിക്കുകയാണ്. കാരണം മുൻ ചരിത്രമെടുത്താൽ പരിചയസമ്പന്നരായ 30 കഴിഞ്ഞ താരങ്ങൾക്ക് വേണ്ടിയാണ് ചെന്നൈ പരിഗണന നൽകുന്നത്. ഈ കാരണത്താൽ തന്നെ ഡാഡീസ് ആർമി എന്നൊരു ചീത്തപ്പേര് പോലുമുണ്ട് ചെന്നൈക്ക്. പക്ഷേ ഇത്തവണത്തെ ലേലത്തിൽ തീർത്തും പുതിയ തന്ത്രങ്ങളുമായി എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് ഓപ്ഷൻ ടേബിളിൽ കാണാൻ സാധിച്ചത്. വയസ്സന്മാർക്ക് പിറകെ പോകാതെ ചുറുചുറുക്കുള്ള യുവതാരങ്ങളെയാണ് അവർ പ്രധാനമായും നോട്ടമിട്ടത്. ഇതിൽ 2 അൺക്യാപ്ഡ് താരങ്ങളെ അവിശ്വസനീയമായ വിലയ്ക്കാണ് അവർ സ്വന്തമാക്കിയത്. ഓൾറൗണ്ടർ പ്രശാന്ത് വീറും വിക്കറ്റ് കീപ്പർ ബാറ്റർ കാർത്തിക് ശർമ്മയുമായിരുന്നു ഇത്. 28 കോടി 20 ലക്ഷം രൂപയ്ക്കാണ് ഇനിയും അരങ്ങേറുക പോലും ചെയ്തിട്ടില്ലാത്ത ഇവർക്കായി ചെന്നൈ മുടക്കിയത്. 14 കോടി 20 ലക്ഷം രൂപ വീതമാണ് ഇരു താരങ്ങൾക്കും ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് 2 യുവതാരങ്ങളെയും വാങ്ങാൻ ചെന്നൈക്ക് സാധിച്ചേനെ. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉടമയായ കാവ്യമാറിന്റെ തന്ത്രം അവർക്ക് തിരിച്ചടിയായി. കാർത്തിക് ശർമ്മയുടെയും പ്രശാന്ത് വീറിന്റെയും അടിസ്ഥാന വില വെറും 30 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഇത് 14 കോടി 20 ലക്ഷം രൂപയിൽ വരെ എത്തിച്ചതിന് പ്രധാന കാരണക്കാരി സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഓപ്ഷൻ ടേബിളിൽ പാഡിൽ ഉയർത്തിയ കാവ്യമാറിനാണ്. ഇരുവരുടെയും തുക മാക്സിമത്തിൽ എത്തിച്ച ശേഷം അവർ പതിയെ പിൻവലിയുകയായിരുന്നു. ഈ കാരണത്താൽ തന്നെ ആകെ പേഴ്സിലുണ്ടായിരുന്ന പകുതിയോളം പണം വെറും 2 അൺക്യാപ്ഡ് കളിക്കാർക്ക് വേണ്ടി മാത്രം ചെന്നൈ സൂപ്പർ കിങ്സിന് മുടക്കേണ്ടിയും വന്നു. ഇത് ലേലത്തിൽ മറ്റു ചില വലിയ താരങ്ങളെ വാങ്ങുന്നതിൽ നിന്നും ചെന്നൈയെ തടയുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഓൾറൗണ്ടർ പ്രശാന്ത് വീറിനായി ലേലത്തിന്റെ തുടക്കത്തിൽ മത്സരിച്ചത് മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസുമായിരുന്നു. LSG 1 കോടി 20 ലക്ഷം വിളിച്ചതോടെ മുംബൈ പിന്മാറി. തുടർന്നാണ് ചെന്നൈയുടെ വരവ്. 4 കോടി രൂപ വരെ വിളിച്ച LSG പിന്മാറി. തുടർന്ന് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സുമായി പോരാട്ടം. ഇത് 7 കോടി 40 ലക്ഷം രൂപ വരെ തുടർന്നു. രാജസ്ഥാൻ പിന്മാറിയതോടെയാണ് പ്രശാന്തിനായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗോദയിലെത്തിയത്. പിന്നീട് കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒടുവിൽ ചെന്നൈ 14 കോടി 20 ലക്ഷം രൂപ വിളിച്ചപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് പിന്മാറുകയായിരുന്നു. പ്രശാന്തിനെ നഷ്ടമായതിൻ്റെ നിരാശയല്ല അപ്പോൾ കാവ്യമാറിൻ്റെ മുഖത്ത് കണ്ടത്. മറിച്ച് ചെന്നൈയുടെ പേഴ്സിൽ നിന്നും ഇത്രയും തുക പോയല്ലോ എന്ന തരത്തിലുള്ള പരിഹാസ ചിരിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാർത്തിക് ശർമ്മയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 30 ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നാണ് താരത്തിന് ലേലം തുടങ്ങുന്നത്. 3 കോടിയിൽ വെച്ചാണ് ചെന്നൈ എത്തുന്നത്. പിന്നെ ചെന്നൈയും KKRും തമ്മിലായി പിടിവലി. 13 കോടിക്ക് കാർത്തിക്കിനെ ചെന്നൈ വാങ്ങുമെന്നിരിക്കെയായിരുന്നു കാവ്യയുടെയും SRHന്റെയും അപ്രതീക്ഷിത എൻട്രി. 14 കോടി 20 ലക്ഷം രൂപയിൽ വെച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് മതിയാക്കുകയും ചെയ്തു. ഇതോടെ കാർത്തിക്കും ചെന്നൈയിലെത്തി. ചെന്നൈയുടെ ഈ തീരുമാനത്തിൽ സഞ്ജു അടക്കമുള്ള സീനിയർ താരങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നാണ് വിവരം. അതേസമയം ചെന്നൈക്ക് പണി കൊടുത്ത കാവ്യയ്ക്കും SRHനും വൈകാതെ തന്നെ ഇതിനുള്ള തിരിച്ചടിയും കിട്ടി. കഴിഞ്ഞ തവണ ഫ്ലോപ്പായിരുന്ന IPLൽ അത്ര മികച്ച റെക്കോർഡില്ലാത്ത ലിയാം ലിവിങ്സ്റ്റണിനായി 13 കോടിയാണ് അവർക്ക് മുടക്കേണ്ടി വന്നത്. LSGയുമായി പോരടിച്ചാണ് അവർ അദ്ദേഹത്തെ വാങ്ങിയത്. പക്ഷേ ഈ തുക ലിവിങ്സ്റ്റൺ അർഹിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്.